ഹലോ മക്കളെ, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണെന്ത് ജെഇ മെയിൻസ് എക്സാം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ കുറേ എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അപ്പം സൈലം ജെഇ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന 4 എക്സാമിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ എക്സാമാണെന്ത് സാറ്റ് എക്സാം, അതായത് സബ്ജക്റ്റ് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഒരു കെമിസ്ട്രിയിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ കറക്റ്റ് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അനാലിസിസ് നടത്താൻ, ആ ചാപ്റ്റർ മൊത്തം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണെന്ത് SAT അല്ലെങ്കിൽ സാറ്റ് എക്സാം എന്ന് പറയും. അടുത്ത എക്സാമാണെന്ത് FAT എക്സാം, അതായത് 2 വീക്കിൽ നടത്തുന്ന എക്സാമുകളാണെന്ത് FAT എക്സാം. അതായത് 2 വീക്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയും ഫിസിക്സും അതേപോലെ മാത്തമാറ്റിക്സും ഒക്കെ 1-2 ചാപ്റ്റർ കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 2 ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ 1-2 ചാപ്റ്ററിൻ്റെ എക്സാമാണെന്ത് FAT എക്സാം എന്ന് പറയാം. ഇത് ആക്ച്വലി മിനി ജെഇ പാറ്റേൺ എക്സാം ആയിരിക്കും. അതായത് ജെയിൽ പൊതുവെ എങ്ങനെ ചോദ്യങ്ങൾ വരിക, ഓരോരോ സബ്ജക്റ്റിൽ നിന്നും 20+5 20 ഒബ്ജക്റ്റീവും 5 ന്യൂമറിക്കലും ആയിരിക്കും. അതിന് മിനി ആയിട്ട്, അതായത് 10+2, അതായത് 10 ഒബ്ജക്റ്റീവും 2 ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. അതായത് മിനി ജെഇ പാറ്റേൺ എക്സാം ആയിരിക്കും ഇതുണ്ടാവുക. അടുത്തത് ആക്ച്വൽ ജെഇ പാറ്റേണിൽ നിങ്ങൾക്ക് എഴുതാൻ അവസരം തരുന്ന ഒരു എക്സാമാണെന്ത് ഗ്രാൻഡ് ടെസ്റ്റ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, എഴുതാൻ പറ്റുക. അടുത്തത് GIB എക്സാം, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ CBT മോഡ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം എഴുതാം. ഇതും ആക്ച്വൽ ജെഇ പാറ്റേൺ തന്നെ ആയിരിക്കും. ജെഇക്ക് എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതേ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഇതിലൂടെ വരിക. അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. മക്കൾ, നമ്മൾ ഈ എക്സാമുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതും വേണം. കാരണം എന്താ, ഒരു എക്സാമിലൂടെയാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, നമ്മൾ കറക്റ്റ് നമ്മൾ പഠിച്ചത് എന്തെല്ലാമാണ്, എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആ മിസ്റ്റേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അനാലിസിസ് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മിസ്റ്റേക്കുകളെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ ജെഇ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ധീര ജെഇ ഓൺലൈൻ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഒന്ന് തുടങ്ങി 1-2 ചാപ്റ്ററൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്ലാസ് റെക്കോർഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഈ ഒരു സമയം മൺസൂൺ ഓഫറും സൈലൻ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധീര 1000 എന്നുള്ള കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓഫർ എന്ത് ചെയ്യാൻ ലഭ്യമാക്കാം. അപ്പോൾ അതായത് നിങ്ങളുടെ ഫീസിൽ നിന്നും 1000 റുപ്പീസ് റിഡംഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. അതുവരെ